Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് കൊണ്ടാട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ എല്ലില്ലാത്ത ബീഫ് എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഈ പീസുകളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബീഫൊക്കെ വേവിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലൊരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ബീഫിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കണം. ഇപ്പം മസാലയ്ക്ക് ബീഫിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ബീഫിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൊടികളും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് വേഗം മൊരിഞ്ഞു വരും. ബീഫിൽ ചെറുതായിട്ട് നെയ്യുള്ളതുകൊണ്ടാണ് ഓയിൽ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു വരുന്നത്. ഇനി ഇത് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബീഫും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിനെ എടുത്താലും മതി. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, തൊലിയൊന്നും കളയാതെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പം ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതും കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസൊക്കെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇതെല്ലാം കൂടി നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചെടുത്തപ്പോൾ അതിൽ വെള്ളം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എരിവും പുളിയും ഒക്കെയുള്ള നല്ലൊരു ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.